നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും വൈറൽ സൈഡ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. റിലീസിന് മുമ്പ് തന്നെ ദുരന്തമാകും, അട്ടർ ഫ്ലോപ്പാകും എന്ന് വിളിപ്പിച്ച രൺവീർ സിംഗ് നായകനായ ആദ്യത്തെ ദിവസം വിധാനം ചെയ്ത ദുരന്തർ എന്ന സിനിമ റിലീസിന് ശേഷം ഏകദേശം ഒരു 20 ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോവും. ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റും തിരമാലയും ഒക്കെ ആയിട്ട് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരന്തർ. ബോക്സ് ഓഫീസിൽ ഇതുവരെ 550 കോടി രൂപയാണ് ദുരന്തർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ എടുത്ത് നോക്കിയാൽ ഓരോ മണിക്കൂർ കഴിയുന്തോറും 15,000 മുതൽ 20,000-ഓളം ടിക്കറ്റുകൾക്കിടയിലാണ് വിറ്റഴിക്കപ്പെടുന്നത്. ഒരു 24 മണിക്കൂർ ഇടയിൽ നമ്മൾ കണക്കുകളൊക്കെ ഒരാഴ്ച മുമ്പ് എടുത്ത് നോക്കുമ്പോഴേക്കും ഏകദേശം 1 മില്യൺ ടിക്കറ്റ്സാണ് 24 മണിക്കൂറിൽ വിറ്റുപോയത്. അതായത് 10 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഒരു ഇന്ത്യൻ സിനിമ ഒരു 24 മണിക്കൂർ ഗ്യാപ്പിനിടയിൽ വിറ്റഴിക്കപ്പെടുന്ന കാഴ്ച നമ്മുടെ കണ്ണുകൾ പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ദുരന്തറിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണെന്നത് പറയേണ്ടി വരും. ഈ ദുരന്തർ എന്ന സിനിമ എന്തുകൊണ്ട് ദുരന്തമാകുമെന്ന് ആദ്യമുള്ള കാഴ്ചയിൽ നിന്ന് ഞാൻ പറയണം. പ്രത്യേകിച്ച് ബോക്സ് ഓഫീസിൽ, ഹിന്ദിയിൽ, ബോളിവുഡിൽ ഒട്ടും വലിയ അവസ്ഥയൊന്നും അല്ല. ഈ 2025-ലൊക്കെ പറയാം സയ്യാരയാണ് വന്നൊരു വലിയ കളക്ഷനൊക്കെ നേടി ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് പോയത്. പക്ഷേ ബോളിവുഡിനെ സംബന്ധിച്ചിടത്തോളം 2025 ഒരു നിരാശ നിറഞ്ഞൊരു വർഷം തന്നെയായിരുന്നു. വലിയ താരനിര അഭിനയിച്ച സിനിമകൾ പോലും 8 നിലയിൽ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ തന്നെയാണ് രൺവീർ സിംഗിൻ്റെ ചിത്രമായ ദുരന്തറും ആ രീതിയിലേക്ക് തന്നെ മാറും എന്ന് തന്നെ കരുതിയിരുന്നത്. പക്ഷേ ഉറി പോലൊരു സിനിമ 2017 സംവിധാനം ചെയ്ത ആദ്യത്തെ രണ്ടാമത്തെ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അത്രയധികം ഹോംവർക്കും അത്രയധികം ഡെഡിക്കേഷനോട് കൂടിയാണ് ഈ സിനിമ എടുത്തതെന്ന് പലരും ചിന്തിച്ച് കാണില്ല. ദുരന്തർ പക്ഷേ അതിഗംഭീരമായി തിയേറ്ററുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും ബോക്സ് ഓഫീസിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ വീണ്ടും പ്രേക്ഷകർ സിനിമ കണ്ടവർ തന്നെ വീണ്ടും കാണുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയാണ്. ഇനി ഈ സിനിമയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 3ാമത്തെ ആഴ്ചയിലേക്കാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. 3ാമത്തെ ആഴ്ച ഒരു സംബന്ധിച്ചിടത്തോളം ചാവയായിരിക്കാം ഒരു പക്ഷേ ഹിന്ദിയിൽ ഒരു വലിയ ചലനം സൃഷ്ടിച്ച ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റിലീസുകളിലൊന്നെന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ ചാവയുടെ പല റെക്കോർഡുകളും മറികടക്കുന്ന രീതിയിലേക്കാണ് ദുരന്തറിൻ്റെ 3ാമത്തെ ആഴ്ച പോകുന്നത്. അതായത് ചാവ 3ാമത്തെ ആഴ്ചയിൽ സൃഷ്ടിച്ച പല ബോക്സ് ഓഫീസ് നമ്പേഴ്സിനെയും തിരുത്തി കുറിക്കുന്ന രീതിയിലേക്ക് ദുരന്തർ എന്ന സിനിമ മാറി എന്ന് വേണം പറയാൻ. ചാവയിലും ദുരന്തറിലും ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷനും അല്ലെങ്കിൽ ഒരു കോമൺ ഫാക്ടർ എന്നൊക്കെ പറയുന്നത് അക്ഷയ് ഖന്നയാണ്. ചാവയിൽ അക്ഷയ് ഖന്ന ഔറംഗസേബായി എത്തുമ്പോഴേക്കും ഇവിടെ റഹ്മാൻ ടക്കോയിട്ടായിട്ട് ദുരന്തറിൽ നിറഞ്ഞാടുകയാണ് അക്ഷയ് ഖന്ന. അതുകൊണ്ട് തന്നെയാണ് അക്ഷയ് ഖന്നയുടെ കഥാപാത്രം ഇപ്പോഴും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്യാൻ മതി. ഒരു 5 റീലിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് അക്ഷയ് ഖന്നയുടെ റീൽ കിട്ടും. പ്രത്യേകിച്ച് അക്ഷയ് ഖന്നയുടെ ആ ഇൻട്രൊഡക്ഷൻ സീൻ, എന്താ ഓറ, എന്താ സാധനം. ആ ഓറയും ആ ഒരു ഗ്രേസിനെയും തകർക്കാൻ സാധിക്കുന്നില്ല ഒരു കഥാപാത്രത്തിന് എന്നുള്ളതാണ്. ആൻഡ് മോറോവർ അക്ഷയ് ഖന്ന എന്ന് പറയുന്ന നടൻ ഇത്രയും വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന നായകൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു താരപരിവേഷത്തിലേക്ക് എത്താൻ അക്ഷയ് ഖന്നയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഹിസ് ആക്ടിങ് റിമീൻസ് ദ സെയിം. അദ്ദേഹത്തിൻ്റെ ആ ഓറയും സ്ക്രീൻ പ്രസൻസും അതുപോലെ തന്നെ നിൽക്കും എന്നത് തന്നെയാണ് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കുമ്പോൾ ദുരന്തർ തന്നെയാണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അത് ഡേ 1 ആസ് എ സ്പൈ ഇൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഒരു ഹ്യൂമർ റീൽസുകളും നിങ്ങൾ പലതും സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാകാം. അക്ഷയ് ഖന്നയുടെ പെർഫോമൻസും അക്ഷയ് ഖന്നയുടെ പാട്ടും, അതായത് ആ ഇൻട്രൊഡക്ഷൻ സീനിലുള്ള പാട്ടും രൺവീർ സിംഗിൻ്റെ പ്രകടനവും ഈ സിനിമ ആകെ മൊത്തത്തിലുള്ള സംസാരവും ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ ദുരന്തർ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞ ഒരു പ്രേക്ഷകന് രൺവീർ സിംഗിനേക്കാൾ കൂടുതൽ ഓർമ്മിക്കുക ഒരുപക്ഷെ അക്ഷയ് ഖന്നയുടെ പ്രകടനമായിരിക്കും. അങ്ങനെ രൺവീറിനെ ഔട്ട് ഷാഡോ ചെയ്യുന്ന രീതിയിലേക്കാണ് അക്ഷയ് ഖന്നയുടെ പ്രകടനം ദുരന്തറിൽ ഉണ്ടായിരിക്കുന്നത്. 3 മണിക്കൂർ 30 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. ആ 3 മണിക്കൂർ 30 മിനിറ്റ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ലാഗ് അനുഭവപ്പെടാതെ പല പ്രേക്ഷകർക്കും കണക്റ്റ് ആവുന്ന രീതിയിലേക്ക്, അവർ ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ, അവർ ഇമോഷണലി വൾണറബിൾ ആക്കുന്ന രീതിയിലെല്ലാം ഈ സിനിമ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമായിട്ടും എടുത്തു പറയേണ്ട. അങ്ങനെ ദുരന്തർ ഒരു വലിയ വിജയമായിട്ട് തന്നെ ബോക്സ് ഓഫീസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ബോക്സ് ഓഫീസിൽ പോലും ഒരു വലിയ ചലനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ദുരന്തർ മാറുന്നത് എന്ന് വേണം തന്നെ പറയാൻ. അതിൻ്റെ കാഴ്ചകളാണ് ബോക്സ് ഓഫീസിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 5-ാം തീയതിയാണ് ദുരന്തർ റിലീസ് ചെയ്തത്. നമ്മൾ ഇന്ന് ഡേറ്റ് എടുത്ത് നോക്കിയാൽ ഇന്ന് ഡിസംബർ 22, 17 ദിവസമായി ഈ സിനിമ ഇറങ്ങിയിട്ടെന്നത് ആലോചിക്കണം. ഈ 17 ദിവസം ഇറങ്ങിയിട്ട് പോലും ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. സാധാരണ ഒരു സിനിമയ്ക്ക് നിലനിൽക്കാൻ ഇപ്പോഴൊക്കെ സാഹചര്യത്തിൽ 10 ദിവസവും 12 ദിവസവും ഒക്കെ ഉള്ളൂ. ഈ ദുരന്തറിൻ്റെ പൈറേറ്റഡ് കോപ്പി ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതും ആലോചിക്കണം. തിയേറ്റർ പ്രിൻ്റ് ക്വാളിറ്റി ഉള്ളതും HD ക്വാളിറ്റിയിലുള്ള പ്രിൻ്റ് വരെ നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട് എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്, ഷോക്കിംഗ് ആണ്. എന്നിട്ട് പോലും ആളുകൾക്ക് തിയേറ്ററിൽ വന്ന് ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം. 3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ പോലും അത് കുഴപ്പമില്ല, ഞങ്ങൾ തിയേറ്ററിൽ വന്ന് കാണാമെന്നുള്ള ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിനെയും കൂടി നമ്മളിവിടെ കൈയടിക്കേണ്ടതുണ്ട്, പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നതും കൂടി പറയട്ടെ. സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് അത് പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നതിനേക്കാൾ ഉപരി പെർഫോമൻസസ് തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കുക, അതൊരു വിഷ്വൽ
ഓഡിയോ എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്ന് കിട്ടുക എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹവും കൂടിയാണ് ഈ ഒരു ബുക്കിങ്ങിന് പിന്നിലുള്ളത് എന്നതും എടുത്ത് സൂചിപ്പിക്കട്ടെ. പൈറേറ്റഡ് കോപ്പി ഉള്ള എല്ലാവരും ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണമെന്നും, കാരണം അതൊരു ശിക്ഷാർഹമാണ് എന്നതും അതൊരു കുറ്റകരമായ ഒഫൻസ് ആണെന്നും കൂടി എടുത്തു പറയട്ടെ. ഓരോ വലിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ പോലും ഇതുപോലുള്ള പൈറേറ്റഡ് കോപ്പികളൊക്കെ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് തിയേറ്റർ പ്രിൻ്റ് കോപ്പികളൊക്കെ പുറത്തു വരുമ്പോൾ പോലും ആവർത്തിച്ച് പറയുന്നൊരു കാര്യങ്ങൾ ഇത് തന്നെയാണ്. തിയേറ്റർ പ്രിൻ്റ് കോപ്പികൾ കാണാതിരിക്കുക, അത് കുറ്റകരമാണ്, അത് ശിക്ഷാർഹമാണ് എന്നതും കൂടി ഈ അവസരത്തിൽ എടുത്തു പറയട്ടെ. ദുരന്തനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റൺ ദുരന്തറിന് കീപ്പ് ചെയ്യാൻ സാധിച്ചാൽ അതൊരു ഗംഭീരമായ റണ്ണായിരിക്കും. ഒരു 800 കോടിയും 1000 കോടിയൊക്കെ ടച്ച് ചെയ്താൽ പോലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നതും കൂടി പറയട്ടെ. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദുരന്തർ ഒരു വലിയ സ്ലോ സ്റ്റാർട്ടായിരുന്നു. ദുരന്തർ ഒരു വലിയ ഹൈപ്പിൽ വന്നൊരു സിനിമയല്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ദുരന്തർ തകരും, ബോക്സ് ഓഫീസിൽ ദുരന്തമാകും എന്ന് കരുതിയെടുത്തു നിന്നാണ് ഇപ്പോൾ ഈ ഒരു വലിയ വിജയത്തിലേക്ക് ദുരന്തർ മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസിഷൻ ഫേസ് വളരെ വേഗത്തിലൊന്നുമല്ല നടന്നത്. ഈ 17 ദിവസത്തിനുള്ളിൽ അവസാനത്തെ ലാപ്പിൽ, അതായത് ഈ ഒരാഴ്ചയ്ക്ക് കഴിഞ്ഞപ്പോഴേക്കും ദുരന്തറിനെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്കുള്ള ബോക്സ് ഓഫീസ് നമ്പേഴ്സിലേക്ക് ദുരന്തർ പോയി. അത് കീപ്പ് ചെയ്യാൻ ഇപ്പോഴും ദുരന്തറിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ടും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആദിത്യധറിൻ്റെ രണ്ടാമത്തെ സിനിമ, അതായത് ഉറിക്ക് ശേഷം ഉറി എത്രമാത്രമാണ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തതെന്നും ഉറി എത്രമാത്രമാണ് രാജ്യമൊട്ടാകെ സംസാരിച്ചതെന്നും നമുക്കറിയാം. അതിനുശേഷം രൺവീറിനെ നായകനാക്കുമ്പോൾ പോലും ആദിത്യധർ നിലവിൽ ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമാകുന്ന സംവിധായകനാകുന്നു. ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് പിന്നാലെ നടക്കുന്ന സംവിധായകനായിട്ട് മാറുന്നു. രൺവീറിനെ സംബന്ധിച്ചിടത്തോളം ബോക്സ് ഓഫീസിൽ ഒരു പുതിയ ഓപ്പണിംഗ് സൃഷ്ടിക്കാൻ സാധിക്കുന്നു. അക്ഷയ് ഖന്നയ്ക്കാവട്ടെ അദ്ദേഹത്തിൻ്റെ ഓറ പുതുതായിട്ട് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. പലർക്കും ഡിസ്റ്റർബിംഗ് ആവുന്ന രംഗങ്ങൾ ദുരന്തറിലുണ്ട്. സർട്ടിഫൈഡ് സിനിമയാണ്, പക്ഷേ എന്നാൽ പോലും ഓഡിയൻസ് വിഷ് ടു വാച്ച് ദിസ് ഇൻ തിയേറ്റേഴ്സ്. അത് തന്നെയാണ് ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കുന്ന ഇത്രയും വലിയ ചലനവും സൃഷ്ടിക്കുന്നത്.